ഹലോ. കുറച്ചധികം നാളായി ലോങ് വീഡിയോസൊന്നും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ലൈവാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്നൊരു ലോങ് വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് രാവിലെ നല്ല ചാള കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ചാളയാണ് കേട്ടോ. ചെറുതല്ല, ഒരു മീഡിയം സൈസ്. അങ്ങനെ മീനൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നതിന് വേണ്ടി അതിൽ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് തേച്ച് വൃത്തിയായിട്ട് കഴുകിയില്ലെങ്കിൽ ഒരു മനസ്സിനൊരു തൃപ്തിക്കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെയാവും ചെയ്യുന്നത്. പിന്നെ മീനൊക്കെ ഉപ്പിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ച് തോരൻ ഉണ്ടാക്കുന്നതിന്, കുറച്ച് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് രാവിലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടി തിളപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. ആദ്യം തന്നെ മീൻ തോരൻ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ മീൻ പീര എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും തേങ്ങായും എല്ലാം കൂടെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഇടികല്ലിൽ ഇട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. വലുതായിട്ട് ചതയ്ക്കരുത്, ഒത്തിരി ചതഞ്ഞ് പോയാൽ അതിനൊരു കയ്പ്പ് രസം ഇറങ്ങും. അതുകൊണ്ട് ചെറുതായിട്ട് മാത്രമേ ചതച്ചെടുത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അരപ്പിരുന്ന പാത്രം കഴുകി ചേർത്തതാണ്. അതിലേക്ക് മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ എടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്ന ചോറ് തിളച്ചിട്ടുണ്ട്. അത് തെർമൽ കുക്കറിലേക്ക് അങ്ങ് ഇറക്കി വെക്കുകയാണ്. ഇനി നമ്മുടെ മീൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ബാക്കിയുണ്ടായിരുന്ന ചാള ഫ്രൈ ചെയ്യാനായിട്ട് അരപ്പൊക്കെ തിരുങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ പീര ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് അങ്ങിട്ട് ഇളക്കൊന്നും വേണ്ട, ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. പൊടിഞ്ഞു പോയാൽ പിന്നെ ഒരു ടേസ്റ്റ് ഒന്നും കാണില്ലല്ലോ. നമുക്ക് ഇങ്ങനെ കഷ്ണങ്ങളായിട്ടിരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ മീൻ തോരൻ ഒന്നുകൂടിയൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടച്ച് വെക്കുന്നില്ല, തുറന്ന് വെച്ച് തന്നെ അതിലെ വെള്ളമൊക്കെ വറ്റിച്ചങ്ങെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രൈ പാനിൽ ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ ചൂടായപ്പോൾ അതിലേക്ക് മീൻ പറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ ഇപ്പോൾ അങ്ങനെ വലിയ ചാളയൊന്നും കിട്ടാറില്ല. ഒന്നിൽ മീഡിയം, കൂടുതലും പൊടിച്ചാളയാണ് കിട്ടാറുള്ളത്. തോരൻ വെക്കാൻ മാത്രം പറ്റുന്ന ചാള. അങ്ങനെ ഞാൻ മീനൊക്കെ പറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ അടച്ച് വെച്ചില്ല, മറന്നുപോയതാട്ടോ. ഇനി ഒരു സൈഡൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. സാധാരണ എന്ന് ഞാൻ അടച്ച് വെച്ചിട്ടാണ് മീനൊക്കെ ഫ്രൈ എടുക്കാറുള്ളത്. ഒരു സൈഡ് മുരിഞ്ഞ് വന്നപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചക്ക വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്തവണ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ചക്ക വേവിക്കുന്നത്. അങ്ങനെ മീൻ തോരനൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ചേർക്കുന്നില്ല. അങ്ങനെ ചക്കയും സ്റ്റൗവിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനായിട്ട് അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതങ്ങ് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അരപ്പ് പുരട്ടി വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെമ്മീൻ ഓരോന്നും പറക്കി വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് വലിയതൊന്നുമല്ല, എന്നാൽ തീരെ ചെറുതുമല്ല. അങ്ങനെ മീനൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു സൈഡ് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മോരുകറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകുമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ അരച്ച മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തേങ്ങ അരച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ അരപ്പ് ഒന്ന് തിളച്ച് വരണം. തേങ്ങ അരപ്പ് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ അരപ്പ് തിളച്ചതിന് ശേഷം അതിലേക്ക് മോര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉടച്ചെടുത്തതാണ്, മിക്സിയിൽ അടിച്ചതല്ല. ഒരുപാട് കട്ടിയല്ലായിരുന്നു. അങ്ങനെ മോരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മോരൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചക്ക വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.